ലൗലി സുമയുടെ വീട്ടിലെത്തി. സുമേ, സുമേ, അവർ നീട്ടി വിളിച്ചു. സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു സിറ്റൗട്ടിലെത്തി. അവൾ ലൗലിയെ കണ്ടു. ലൗലി പറഞ്ഞു, അവന് ബോധം വീണു. എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല. ബോധം തെളിഞ്ഞു. മണിക്കൂറുകളായിട്ടും ചിരിക്കുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ആരെയോ തിരക്കുന്നുണ്ട്. ലതയെ ആശുപത്രിയിൽ നിർത്തണം. അതാണ് നല്ലത്. തുണി മുഷിഞ്ഞിട്ടുണ്ട്. 2 ലുങ്കി ഷർട്ടും കൊടുത്തയക്കണം സുമേ. മല പോലെ വന്ന സംഭവം തിര പോലെ അലിഞ്ഞുപോയി. ആ തെമ്മാടി കുടിച്ചിട്ടുണ്ടായിരുന്നു. കാശിന്റെ പുറത്താണ് അവൻ രക്ഷപ്പെട്ടത്. എന്നാലും ലത കേസില്ലാതെ രക്ഷപ്പെട്ടല്ലോ. സുമയും ലൗലിയും തുറന്ന ജനാലയിലൂടെ ലതയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അവൾ പതിയെ വാതിൽ തുറന്നു പുറത്തു വന്നു. കാലിലെ മുറിവും ചതവും കൊണ്ട് വേദന മുഖത്തറിയാമായിരുന്നു. ഗുളിക കഴിച്ചില്ലേ? ലൗലി ചോദിച്ചു. ഇല്ല ചേച്ചി. സുമയ്ക്ക് ദേഷ്യം വന്നു. ലതേ, എന്താണ് കഴിക്കാതിരുന്നത്? ഇഞ്ചക്ഷൻ എടുത്തിരുന്നല്ലോ ചേച്ചി. രാത്രി ഭക്ഷണം കഴിച്ചിട്ട് 4 ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. വെള്ളത്തിനൊപ്പം അത് വിഴുങ്ങിക്കൂടായിരുന്നോ? പിന്നെ വെള്ളം എന്ത് ചെയ്തു? കുടിച്ചു ചേച്ചി. സുമയുടെ ഭാവം കണ്ട് അവൾ പറഞ്ഞു. അറിഞ്ഞില്ല ചേച്ചി. നീ എഴുത്തും വായന അറിയില്ലേ നിനക്കില്ലതേ? അറിയില്ല ചേച്ചി. നീ പഠിച്ചിട്ടില്ലേ? തോനെ പഠിച്ചിട്ടില്ല. വണ്ടിയുടെ ബോർഡ് വായിക്കാൻ അറിയാം, അത്ര തന്നെ. എന്നാലും എത്ര വരെ പഠിച്ചു? 4 വരെ. TC വാങ്ങി 5ാം ക്ലാസ്സിൽ പോകാൻ സമയം ആയപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ പഠിപ്പ് നിർത്തി. അമ്മ കുട്ട ചുമക്കാൻ പോകും, കട്ട അടിക്കാൻ പോകും. കൂടെ ഞാനും സഹായിക്കും. ഓല വീടായിരുന്നു. അമ്മ കട്ട ചുമന്ന് എന്നെ വളർത്തി. അമ്മ എനിക്ക് വേണ്ടി 12 വയസ്സായപ്പോൾ കമ്മലും നല്ലൊരു പാവാടയും ബ്ലൗസും വാങ്ങി തന്നു. ലേലച്ചിട്ടികളും പിടിച്ച് അടച്ചുറപ്പുള്ള ചെങ്കട്ട കൊണ്ടുള്ള മുറി ശരിയാക്കി. അങ്ങനെ 2 മുറിയും അടുക്കളയും അമ്മയുടെ അധ്വാനത്തിൽ പണിതു. എനിക്കിത് വലിയ വീടാണ്. നിങ്ങൾക്ക് ഇവിടത്തെ ബാത്റൂമിന്റെ അത്ര പോലും പകിട്ടില്ല. അമ്മ ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നു. മോള് പഠിക്കുന്നു 5ാം ക്ലാസ്. ഇപ്പോൾ എന്നെ പോലെ അവളുടെ അച്ഛനും വയ്യാതായി. എന്നാലും ദൈവം സഹായിച്ചാൽ എൻ്റെ മോളെ പഠിപ്പിക്കണം എന്നാണ് എനിക്ക് ആശ. ലത പറഞ്ഞു. സുമയ്ക്ക് വിഷമാവസ്ഥ മനസ്സിലായി. ഇനിയെങ്കിലും വല്ലതും കഴിക്കൂ. എനിക്ക് കഴിക്കണേ ചേച്ചി. എനിക്ക് ഒന്നും തിന്നാൻ തോന്നണില്ല. അതൊക്കെ മാറും. കുറച്ചെന്തെങ്കിലും കഴിക്കണം. വേദന മാറാനുള്ളതും പനി മാറാനുള്ളതും മുറിവ് ഉണങ്ങാനുള്ളതും കഴിച്ചാലേ നിനക്ക് സുഖമാകും. 2 ദോശ പിച്ച് വിഴുങ്ങും. ചായയും കുടിച്ചിട്ട് ഗുളികകൾ വിഴുങ്ങണം കേട്ടോ. ശരി ചേച്ചി, ഗദ്ഗതത്തോടെ ലത പറഞ്ഞു. നീ എന്തിനു വിഷമിക്കുന്നു? ലൗലി ചോദിച്ചു. സജിക്ക് ബോധം വന്നു. നിന്നെ അന്വേഷിക്കുന്നുണ്ട്. പഴയ സജിയല്ല. നല്ല മുഖപ്രസാദമുണ്ട് കേട്ടോ. മദ്യത്തിന്റെ ലഹരി വിട്ടിരിക്കുകയാണ്. വൈകുന്നേരം നമുക്ക് ആശുപത്രിയിൽ പോകണം. അയാളുടെ തുണികൾ മുഷിഞ്ഞിട്ടുണ്ട്. സുമ കൈലിയും ബനിയനും തന്നാൽ അവിടെ അവരെല്ലാം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കും. മുഷിഞ്ഞത് നിനക്ക് ഇവിടെ തന്നെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കാം കേട്ടോ. നിനക്കും സുഖമില്ലാത്തതല്ലേ? സുമ അതിന് സഹകരിക്കും. അല്ലേ സുമേ? ലൗലിയുടെ വാക്കുകൾ കേട്ട സുമ പറഞ്ഞു. ഇന്ന് ലതയ്ക്ക് നല്ല കുറവുണ്ടാകുമായിരുന്നു. മരുന്ന് കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ. ഇപ്പോൾ മരുന്ന് കഴിച്ചുറങ്ങട്ടെ. വൈകുന്നേരം ആശുപത്രിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. സുമയും ചായ കൊടുത്ത ശേഷം ലൗലിയെ അവരുടെ വീട്ടിലയച്ചു. ലത മരുന്നുകൾ ഒന്നൊന്നായി കഴിച്ചു. 5 മണിക്ക് ലൗലി വീട്ടിലെത്തി. തുകിന എത്തും വരെ അവർ കാത്തിരുന്നു. അവൾ വന്നെത്തി. ലൗലിയും സുമയും ലതയും തുകിന ബുക്ക് ചെയ്ത് വരുത്തിയ കാറിൽ കയറി ആശുപത്രിയിലെത്തി. സജി എല്ലാവരെയും കണ്ട് പുഞ്ചിരിച്ചു. ലതയെ കണ്ട് പറഞ്ഞു. അമ്മുക്കുട്ടി വന്നോ? എനിക്ക് സന്തോഷമായി. വാ, അടുത്തിരിക്കൂ, അവൻ പറഞ്ഞു. മുറിവിൽ തൊട്ടുകൊണ്ട് ലത ചോദിച്ചു. സജിയേട്ടൻ, നിങ്ങൾക്ക് എന്ത് പറ്റി? കാല് തെറ്റി വീണു. അവിടെ കല്ല് തട്ടി മലർന്നടിച്ച് വീണുപോയി. ഞാൻ അറിഞ്ഞില്ല. അതാണ് ഇത്ര നേരം താമസിച്ചു പോയത്, ലത പറഞ്ഞു. ലത അമ്മുവായി മാറി. ദൂരത്ത് നിന്ന് ലൗലി ചിരിച്ചുകൊണ്ട് സുമയോട് പറഞ്ഞു. നിന്റെ ലത കൊള്ളാം. അവന്റെ ഇഷ്ടക്കാരുത്തിയാവും അമ്മു. കള്ളൻ ലത അവന്റെ മനസ്സിലേ ഇല്ല. പാവം പെണ്ണ്. അവന്റെ മുഷിഞ്ഞ തുണിയെല്ലാം അവൾ എടുത്തു. ഇത് കഴുകി നാളെ കൊണ്ടുവരാൻ ചേട്ടാ. ഞാൻ പോട്ടെ? ഓ, പോയിട്ട് വാ. ശരി ചേട്ടാ. അവൾ വേഗം സുമയോടൊപ്പം നടന്നു. ലൗലി പറഞ്ഞു. അവന് കൂട്ട് എന്റെ ഭർത്താവ് നിൽക്കും. നീ പൊയ്ക്കോ, നിനക്ക് വയ്യാത്തതല്ലേ. വീട്ടിലെത്തിയ ലതയെ സുമ സഹായിച്ചു. വസ്ത്രങ്ങൾ കുടഞ്ഞവൾ ഒന്നൊന്നായി വാഷിംഗ് മെഷീനിലിട്ടു. അവന്റെ ഷർട്ടിന്റെ കൈമടക്കിൽ നിന്നും ഒരു ലോട്ടറി ടിക്കറ്റ് തറയിൽ വീണു. അതെടുത്ത് അവൾ തുകിനയെ ഏൽപ്പിച്ചു. അത് വാങ്ങി തുകിന പറഞ്ഞു. ലതേച്ചി, ഇത് ഇന്ന് 3 മണിക്കുള്ളതാണ്. ഇതിന്റെ റിസൾട്ട് ഒന്ന് നോക്കട്ടെ. ഒന്ന് നോക്കുമോളെ. കുറഞ്ഞ പ്രൈസുകളൊന്നും ഇല്ല ചേച്ചി. ഇനി വലിയ പ്രൈസ് നോക്കട്ടെ. 25 കോടിയാണ് ഫസ്റ്റ് പ്രൈസ്. ചേച്ചി, തുകിന നീട്ടി വിളിച്ചു. ഈ ടിക്കറ്റിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നു. 25 കോടി. ലതയ്ക്ക് സന്തോഷം തോന്നി. തുകിന ലതയെ കെട്ടിപ്പിടിച്ചു. സുമയും സന്തോഷത്തിൽ പങ്കുചേർന്നു.